മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന്. അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഒരു ബാർ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഏറ്റവും അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ 2 പോളുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, അതുപോലെ ആ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിസിലും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലും ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ബാർ മാഗ്നറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിന് ഇക്വലൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോളിനോയിഡ് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ബാർ മാഗ്നറ്റിനെ കുറിച്ചുള്ള ഐഡിയ പഠിച്ചു അല്ലേ. ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഒരു ബാറിൻ്റെ മുകളിൽ ചുറ്റിയെടുത്തിട്ടുള്ള ഒരു ഹെലിക്കൽ ഷേപ്പുള്ള വയറാണെന്ത് ഒരു സോളിനോയിഡ്. ഒരു സോളിനോയിഡ് നമുക്ക് ബാർ മാഗ്നറ്റിന് പകരം യൂസ് ചെയ്യാം. എക്സ്പെരിമെൻറ്റ് വഴിയൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതിന് ചുറ്റുഭാഗത്തുമുള്ള ഫീൽഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. അതുപോലെ കറണ്ട് ഒഴുകുന്ന ഒരു സോളിനോയിഡ് എടുക്കുക, ആ സോളിനോയിഡിന് ചുറ്റുഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സെയിം ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ഒരു ഡെറിവേഷനിലൂടെ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ നമുക്ക് ബാർ മാഗ്നറ്റും സോളിനോയിഡും ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ മാറ്ററുമായി ബന്ധപ്പെട്ട ബാർ മാഗ്നറ്റും മൂവിങ് ചാർജസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സോളിനോയിഡിൻ്റെയും പ്രോപ്പർട്ടീസൊക്കെ സെയിം തന്നെയാണെന്ന് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇതാണ് എ സോളിനോയിഡ് ആക്ട്സ് ആസ് എ ബാർ മാഗ്നറ്റ്. ഇതിനുവേണ്ടി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ ഒരു സോളിനോയിഡ് എടുത്തിട്ടുണ്ട്. ഈ സോളിനോയിഡിൻ്റെ ആക്സിസിലെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ തൊട്ടു മുമ്പ് ഒരു ബാർ മാഗ്നറ്റിൻ്റെ ആക്സിസിലെ ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു? μ0/4π2m/d³ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഡിസ്റ്റൻസ് ഇവിടെ r എന്ന അടുത്തുള്ളത്, ഇപ്പോൾ r³ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ μ0/4π2m/r³ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് സോളിനോയിഡിൻ്റെ ആക്സിലെ ഫീൽഡായിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് തിയററ്റിക്കലി എന്ത് പറയാൻ പറ്റും? ഒരു സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റിന് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സോളിനോയിഡ് ആണ്. സോളിനോയിഡിലെ റെപ്രസെൻ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കറണ്ടാണ് സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്നത്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ സർക്കുലാർ കോയിൽസ് ആണല്ലോ. അതിൻ്റെ റേഡിയസ് നമ്മളെടുത്തുള്ളത് സ്മോൾ ലെറ്റർ a എന്നാണ്. സോളിനോയിഡിൻ്റെ ലെങ്ത് നമ്മളെടുത്തുള്ളത് 2l എന്നാണ്. എന്തുകൊണ്ടാണ് 2l എന്ന് റെപ്രസെൻ്റ് നമുക്ക് പറയാം. ഡൈപോൾ ലെങ്ത്തിനെ നമ്മൾ 2l എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സോളിനോയിഡിൻ്റെ 2 എൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കൊടുക്കാം? 2l എന്ന് കൊടുക്കാം. ദെൻ ഈ സോളിനോയിഡിൻ്റെ സെൻട്രലിൽ നിന്നും നമ്മൾ ഫീൽഡ് കാണാൻ ഉദ്ദേശിക്കുന്ന ആക്സിലെ പോയിന്റ് ആയ പിയിലേക്കുള്ള ഡിസ്റ്റൻസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? r എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി ഈ സോളിനോയിഡിലെ ചെറിയൊരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ഭാഗം, ആ ചെറിയ ഭാഗത്തിനുള്ളിൽ കുറച്ച് ടേൺസ് വരും. ഓക്കെ, അങ്ങനെ ചെറിയൊരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ വിഡ്ത്താണ് dx. ആ സ്ട്രിപ്പ് ഈ സോളിനോയിഡിൻ്റെ സെൻട്രലിൽ നിന്ന് എത്ര ദൂരത്താണ്? x ദൂരത്താണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് സോളിനോയിഡിൻ്റെ സെൻട്രലിൽ നിന്നും x ദൂരത്ത് dx തിക്നെസ് ഉള്ള ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഒരു സർക്കുലാർ കോയിലിൻ്റെ ആക്സിലെ ഫീൽഡ് കാണുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഡെറിവേഷൻ ആകുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഇക്വേഷൻ വേണം. നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? ദ ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ കോയിൽ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? B = μ0 ni r² / 2 × x² + r² all raised to 3/2. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ബയോട്ട് സവാർട്സ്മാൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു സർക്കുലാർ കോയിലിൻ്റെ ആക്സിൻ്റെ ഫീൽഡ് കാണാൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. B = μ0 ni r² / 2 × x² + r² all raised to 3/2. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഈ സോളിനോയിഡിൻ്റെ ഫീൽഡാണ് കാണാനുള്ളത്.
ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ dB എന്ന് എഴുതിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു കോയിലാണെങ്കിൽ അല്ലെങ്കിൽ 1, 2, 3 ടേണുള്ള കോയിലാണെങ്കിൽ ആ കോയിലിന്റെ ഫീൽഡ് കാണാൻ നമ്മൾ B എന്ന് എഴുതും. നോക്കൂ, ഇവിടെ നമ്മൾ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ആ സ്ട്രിപ്പിലൂടെ കറണ്ട് പോകുമ്പോൾ പിയിലുണ്ടാകുന്ന ഫീൽഡ് നമുക്ക് കാണേണ്ടതോ ഈ മൊത്തം സോളിനോയിഡിലൂടെ കറണ്ട് പോകുമ്പോൾ പിയിലുണ്ടാകുന്ന ഫീൽഡാണ്. അതുകൊണ്ട് സ്ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിനെ dB എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫീൽഡ് നമുക്ക് B എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ സർക്കുലാർ കോയിലിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്ത് നോക്കൂ. μ0 Ni ഇവിടെ നിന്നുണ്ടല്ലേ, A² എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. നമ്മളവിടെ ആ സർക്കുലാർ കോയിലിൻ്റെ റേഡിയസ് R എന്നാണ് അവിടെ എടുത്തിരുന്നത്. അവിടെ നമ്മൾ A എന്നാണ് എടുത്തുള്ളത്. അപ്പോൾ ന്യൂമറേറ്റർ ക്ലിയർ ആയി, μ0 Ni A². then ഡിനോമിനേറ്ററിൽ നോക്കൂ, 2 × x² + r² all raised to 3/2 ആണ്. അവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ആ സർക്കുലാർ കോയിലിന്റെ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തെയാണ് നമ്മൾ എന്തെടുത്തിരുന്നത്? എക്സ് എന്ന് എടുത്തിരുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ എടുത്തുള്ള ഈ സ്ട്രിപ്പിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? സോളിനോയിഡിന്റെ സെൻട്രലിൽ നിന്നുള്ള ദൂരം എത്രയാ? R. ഈ സ്ട്രിപ്പിലേക്ക് സെൻട്രലിൽ നിന്ന് ദൂരം എത്രയാ? X. അപ്പോൾ നോക്കൂ, ഈ സ്ട്രിപ്പിൽ നിന്ന് ബാക്കിയുള്ള ദൂരം എത്രയാ? R - X. അതല്ലേ സ്ട്രിപ്പിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം. അപ്പോൾ സ്ട്രിപ്പിന്റെ കേസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സ്ട്രിപ്പിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാ? R - X. അതാണ് ഈ സ്ട്രിപ്പിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം X ആണ്. ഇവിടെ സ്ട്രിപ്പിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാണ്? R - X. അതാണ് ഇവിടെ x² എന്ന് പകരം തോന്നുന്നത് R - x² എന്ന് വന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും R² പകരം നമ്മൾ എന്ത് എഴുതി? A² എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. dB = μ0 Ni A²/2 × R² - x² + A² all raised to 3/2. എന്തിനു കാണാനുള്ള ഇക്വേഷൻ ആണത്? സോളിനോയിഡിലെ ഒരു സ്ട്രിപ്പ് പിയിലുണ്ടാക്കുന്ന ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് സ്ട്രിപ്പുകൾ കൂടിച്ചേർന്നാണ് സോളിനോയിഡ്. അപ്പോൾ നമുക്കതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ടോട്ടൽ ഫീൽഡ് അറ്റ് പി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് എടുക്കുന്നു. നോക്കൂ, ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ n എന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ സോളിനോയിഡിന്റെയും ടോറോയിഡിന്റെ ഒക്കെ ഡെറിവേഷൻ ചെയ്ത സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു ടേം ആയിരുന്നു എന്ത്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട് എന്നതിനെ കാണാം. എന്ത് ചെയ്താൽ മതി? n = ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ആകെ എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളതിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മീറ്ററിൽ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിലെ നമ്പർ ഓഫ് ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. n = എത്രയാണ്? സ്മോൾ n = N/2L. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ N = എന്ത് എഴുതാം? n × 2L എന്ന് എഴുതാം. n × 2L അല്ലേ. ക്യാപിറ്റൽ N = n × 2L. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കാണാൻ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ലെങ്ത്തിലെ ടേൺസിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മളിവിടെ എഴുതിയ ഇക്വേഷനിലെ ക്യാപിറ്റൽ N എന്താ? ഈ സോളിനോയിഡിലെ ടോട്ടൽ അല്ല, പിന്നെയോ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് സ്ട്രിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഫീൽഡാണ്. അപ്പോൾ ആ സ്ട്രിപ്പിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് മതി അല്ലേ. ഇങ്ങനെ സ്ട്രിപ്പിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കാണാം. n = എന്ത് ചെയ്താൽ മതി? സ്മോൾ n എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? സ്ട്രിപ്പിന്റെ ലെങ്ത് ആയ dx കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ? സ്മോൾ n ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ആ രീതിയിലൊന്ന് മനസ്സിലാക്കി നോക്ക്. സ്ട്രിപ്പിൽ എത്ര ടേൺസ് ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ സ്ട്രിപ്പിന്റെ ലെങ്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രിപ്പിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് കിട്ടും. അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള n എന്ന് മനസ്സിലാക്കുക. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സ്ട്രിപ്പ്. നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പിൽ എത്ര ടേൺസ് ഉള്ളത്, അത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്സ് അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എന്ത് എഴുതാം? നോക്കൂ, ക്യാപിറ്റൽ n പകരം എന്ത് എഴുതാം? സ്മോൾ n × dx എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ഞാനിവിടെ dB = μ0 ഈ n പകരം സ്മോൾ n × എന്ത് എഴുതാം? ഞാൻ dx എന്ന് എഴുതാം അല്ലേ. ക്യാപിറ്റൽ N = സ്മോൾ n × dx. ബാക്കി വരുന്നത് എന്തൊക്കെ തന്നെയാണ്? I × A² / 2 × R - x² + A² all raised to 3/2.
അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുത്തില്ലേ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡെറിവേഷൻ 2-3 സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ എഴുതിയത് ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ എഴുതിയത് ഈ സോളിനോയിഡിലെ ചെറിയൊരു ഭാഗമായ dx ലെങ്ത്തുള്ള സ്ട്രിപ്പ് അതിലൂടെ കറണ്ട് പോകുമ്പോൾ പീലുണ്ടാക്കുന്ന ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ് അല്ല. അതുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ എന്നിന് പകരം എന്ത് എഴുതി, സ്മോൾ എൻ ഇൻറ്റു dx എന്ന് എഴുതി. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ആ സോളിനോയിഡിൽ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട് എന്നാണ്. dx എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിൻ്റെ ലെങ്ത് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ദെൻ അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഫീൽഡ് അറ്റ് പി, ഓക്കെ, പിയില് ഇതുപോലുള്ള കുറേ സ്ട്രിപ്പുകൾ അടങ്ങിയ സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങനെ കാണാം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. എവിടെ മുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം നോക്കൂ. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് എൽ ലെങ്ത് ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അല്ലേ സോളിനോയിഡ്, അതുപോലെ സെൻട്രലിൽ നിന്ന് എൽ ലെങ്ത് അപ്പുറത്ത് പോയി അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കാം, ലിമിറ്റ് ഇവിടെ -L മുതൽ +L വരെയുള്ള സ്ട്രിപ്പുകൾ ഉണ്ടാക്കുന്ന ഫീൽഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ എന്ത് എഴുതിയത്, -L to +L എന്ന് എഴുതിയത്. ദെൻ ഇക്വേഷൻ എന്ത് എഴുതാം, μ0 ni a² by the same, then r minus x all square plus a² all raised to 3/2 into dx എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരും നോക്കൂ. ഇതിലെ കോൺസ്റ്റൻസിനൊക്കെ നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ 2 ഉണ്ട് അല്ലേ. b equal to μ0 ni a² by 2 into integral -L to +L. പിന്നെ അവിടെ ബാക്കി എന്തൊക്കെയുള്ള നോക്കൂ, μ0 ni a² നമ്മൾ പുറത്തെടുത്തു. ദെൻ dx അവിടെ ഉണ്ട്, dx by ഡിനോമിനേറ്റർ എന്ത് വരുന്നുണ്ട് ഇവിടെ, r minus x all square plus a² all raised to 3/2. അപ്പോൾ ഇതാണ് ഇങ്ങനെ കിട്ടിയ ഇക്വേഷൻ. ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഒരു അപ്രോക്സിമേഷൻ നടത്താം. എന്താ അപ്രോക്സിമേഷൻ, r എന്നുള്ള ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറയുന്ന റേഡിയസ് വെരി വെരി സ്മോൾ ആണ്. നമുക്കൊരു കൺസെപ്റ്റ് കൊടുക്കാം, ബട്ട് a is very small compared to r. അതുപോലെ then this x is also very very small compared to r. ഈ r എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ x എന്ന് പറയുന്ന ഈ ദൂരവും അതുപോലെ a എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് ഒക്കെ എന്താണ്, വെരി വെരി സ്മോൾ ആണെന്നുള്ള കൺസെപ്റ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും നോക്കൂ. r - x all square എടുത്താലും r² എടുത്താലും വാല്യൂവിലും വല്ല ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ r - x all square എന്ന് പറയുന്നതെടുക്കാം, r² എന്നെടുക്കാം. അതുപോലെ ഇനി വരുന്ന മാറ്റം, ഇപ്പോൾ ഇക്വേഷൻ r² + a² ആയില്ലേ. ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എക്സ് മാത്രമല്ല ചെറുത്, ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എയും വെരി വെരി സ്മോൾ ആണ്. അങ്ങനെയെങ്കിൽ r² + a² പകരം എന്തെടുത്താലും മതി, r² മാത്രം എടുത്താലും മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാവും താഴെ ഡിനോമിനേറ്ററിൽ r² all raised to 3/2. അത് നമുക്കറിയാം r³ ആണ്. r എന്ന് പറയുമ്പോൾ സെൻട്രലിൽ നിന്ന് പിയിലേക്കുള്ള ദൂരമാണ്, അതൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. അപ്പോൾ അതും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ കൂടി നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ r³ എന്ന് പറയുന്ന ഡിനോമിനേറ്ററും കൂടി പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറി നോക്കൂ, b equal to μ0 ni a² by r³. ഇത്രയും കോൺസ്റ്റൻസ് നമുക്ക് പുറത്തെടുക്കാം. 2 ഉണ്ട് അല്ലേ, 2r³. പിന്നെ ഇൻ്റഗ്രേഷനിലുള്ള ഒരു എത്ര -L to +L എന്ന് മാത്രമേ വരുള്ളൂ, dx അല്ലേ. ഇവിടെ dx ഉണ്ടായിരുന്നു, dx മാത്രമായി അല്ലേ. എന്താണ് dx എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിന്റെ വിഡ്ത്താണ് എന്ത്, dx. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എവിടെ മുതൽ എവിടെ വരെ, -L മുതൽ +L വരെ. -L മുതൽ +L വരെ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ വിഡ്ത്തിനെ നമ്മൾ -L മുതൽ +L വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് എത്രയാ, 2L ആണ് അല്ലേ. സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്. dxനെ നമ്മൾ -L മുതൽ L വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഈ ലെങ്ത് എത്രയാണ്, 2L. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഫോർ ആൻസർ എന്തായി മാറി, b equal to കോൺസ്റ്റൻസ് നോക്കൂ, μ0 ni a² by 2r³ ഇൻറ്റു ഇൻ്റഗ്രേഷൻ റിസൾട്ട് വരുന്നത് എത്രയാ, dxൻ്റെ റിസൾട്ട് എത്രയാ, x ആണ് അല്ലേ. എക്സ് ലിമിറ്റ് കൊടുക്കാം -L to +L. ഈ രീതിയിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡ് തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇവിടെ എന്ത് വരും,
അപ്പർ ലിമിറ്റ് പ്ലസ് എൽ മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് എൽ ഇങ്ങനെ വരും അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എന്താ ആൻസർ? പ്ലസ് എൽ മൈനസ് മൈനസ് എൽ. പ്ലസ് എൽ മൈനസ് മൈനസ് എൽ മീൻസ് പ്ലസ് എൽ മീൻസ് 2l. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ആൻസർ കിട്ടി. ഇൻ്റഗ്രേഷൻ റിസൾട്ട് ആയിട്ട് എന്ത് വരും? 2l വരും. അപ്പോൾ ആൻസർ എന്ത് വരും? ബി ഈക്വൽ ടു നോക്കൂ μ0 ni a square by 2r³ into 2l ഇങ്ങനെ ആയി മാറും അല്ലേ ഇക്വേഷൻ. ദെൻ അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നോക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2π കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ഇക്വേഷനെ കിട്ടിയ ഇക്വേഷനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2π കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും നോക്കൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു താഴെ എന്തോന്നു 2π into 2 ദാറ്റ് ഇസ് 4π. ബാക്കി എന്താ ഉള്ളത്? r³. ഇത്രയേ ഉള്ളൂ അല്ലേ. 4πയും r³. ന്യൂമറേറ്ററിൽ എന്ത് വന്ന് നോക്കൂ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2l ഉണ്ട്, ഇവിടെ μ0 ഉണ്ട് അല്ലേ. ഞാൻ എന്ത് ചെയ്തു? μ0 ഇവിടെ എഴുതിയാൽ μ0. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടിയല്ലോ μ0/4π. അങ്ങനെ നമ്മൾ എപ്പോഴും മാഗ്നറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണത് μ0/4π. ബാക്കിയുള്ള നോക്കൂ. ഇനി n ഇവിടെ ഉണ്ട് അല്ലേ. n into 2l എന്താ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. n into 2l എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു n into dx ചെയ്താൽ സ്ട്രിപ്പിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടും. n into 2l ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ സോളിനോയിഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണിത് അല്ലേ. ദെൻ ഇവിടെ മറ്റൊരു ടേം നോക്കൂ, പൈ. ഞാൻ റൗണ്ട് ചെയ്യുന്ന ടേംസ് ശ്രദ്ധിക്കാം. πa² എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഞാൻ ക്യാപിറ്റൽ N എന്ന് എഴുതി. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ N എഴുതിയത് ആ സ്ട്രിപ്പിലായിരുന്നു. ഇവിടെ ഞാൻ ക്യാപിറ്റൽ N എഴുതിയത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് ആണ്. ശ്രദ്ധിക്കുക എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഈ n-ഉം ഈ 2l-ഉം കൂടി ചേർത്ത് കിട്ടിയ ക്വാണ്ടിറ്റി ഞാൻ എന്ത് എഴുതി? ക്യാപിറ്റൽ N എഴുതി. ഇനി നമുക്ക് വേറെ രണ്ടെണ്ണം നമ്മൾ ജോയിൻ ചെയ്ത് ഏതൊക്കെയാ? എയും പൈയും. πa² അല്ലേ. πa² എന്ന് പറഞ്ഞാൽ ആ ഏരിയയാണ് അല്ലേ. എന്തിൻ്റെ ഏരിയ? സോളിനോയിഡിന്റെ കോയിലിന്റെ ഏരിയ. πr², r എന്ന് പറഞ്ഞ റേഡിയസ് ആണല്ലോ. ഇവിടെ നമ്മൾ a എന്നാണ് റേഡിയസിന് എടുത്തുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് എഴുതി. ബാക്കി ഇതിനിടയിൽ ഒരു കറണ്ട് ഉണ്ടായിരുന്നു I. അപ്പോൾ നോക്കൂ NIA എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. അല്ലെങ്കിൽ ഒരു സോളിനോയിഡിന്റെ അല്ലെങ്കിൽ ഒരു സർക്കുലാർ കോയിലിന്റെ ഒക്കെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിരുന്നു. NIA. N is the number of turns in the coil, I is the current passing through it, and A is the area of the coil. അപ്പോൾ നമുക്ക് ഞാൻ ഈ റൗണ്ട് ചെയ്തതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതാം. നമുക്ക് എന്ത് എഴുതാം? M എഴുതാം. അപ്പോൾ റൗണ്ട് ചെയ്യാത്ത എന്തൊക്കെയുണ്ട്? μ0 ഇവിടെ എഴുതി. I കൂടി നമ്മൾ റൗണ്ട് ചെയ്യേണ്ടതുണ്ട്. I നമ്മൾ ഇതിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാത്ത ഇവിടെ ഉള്ളത് 2 മാത്രമാണ് അല്ലേ. ഇപ്പോൾ 2. ബാക്കി റൗണ്ട് ചെയ്തെല്ലാം കൂടി റിസൾട്ട് വന്നത് എത്രയാ? M. അപ്പോൾ കിട്ടിയ ആൻസർ നോക്കൂ. B ഈക്വൽ ടു μ0/4π 2m/r³ എന്ന് പറയുന്ന ആൻസർ ആണ് അല്ലേ. നമ്മൾ നേരത്തെ ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിലെ ഫീൽഡ് പഠിച്ചപ്പോഴും ഇതേ ഇക്വേഷനാണ് യൂസ് ചെയ്തത് അല്ലേ. എന്തായിരുന്നു? B ഈക്വൽ ടു μ0/4π 2m/d³ എന്നായിരുന്നു. അവിടെ ഡിസ്റ്റൻസിന് d എന്ന് കൊടുത്തായിരുന്നു നമ്മൾ. ഇവിടെ ഡിസ്റ്റൻസിന് r എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് റിസൾട്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സോളിനോയിഡ് എന്തിന് ഇക്വലന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു ബാർ മാഗ്നറ്റിന് ഇക്വലന്റ് ആണ്. രണ്ടിന്റെയും ഫീൽഡിന്റെ പ്രോപ്പർട്ടി ഒക്കെ സെയിം തന്നെയാണ്, അതിന്റെ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ, അത് ബാർ മാഗ്നറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം, അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിമൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ അത് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പീരീഡ് ഓഫ് ഓസിലേഷൻ എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അസ്യൂം ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് B എന്നുള്ള സ്ട്രെങ്ത് ആണ്. സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എവിടെയൊക്കെ വരയ്ക്കുക നമുക്കറിയാം. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വരയ്ക്കുക. ദെൻ ഇവിടെ ഞാനൊരു മാഗ്നറ്റ് വെച്ചു, ഒരു ബാർ മാഗ്നറ്റ് ആയിക്കോട്ടെ. ആ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് ഇവിടെയാണ്, സൗത്ത്. അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് പോളിന്റെ മുകളിൽ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. നോർത്തിന് സൗത്തിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ദെൻ അതുപോലെ ഈ സൗത്തിന് നോർത്തിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഡൈപോളിന്റെ മുകളിൽ എന്തുണ്ടാവും? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. ഇതേ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ഇക്വേഷൻ എന്തായിരുന്നു നോക്കൂ. ഇക്വേഷൻ ടോ ഈക്വൽ ടു എന്തായിരുന്നു, പി ക്രോസ് ഇ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ടോർക്ക് അല്ലെ, ഒരു മാഗ്നറ്റിക് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഉണ്ടാകുന്ന ടോർക്ക് അവിടെ നമ്മൾ ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സിമിലർ ആയ ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ബി ഇസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, നമ്മുടെ ഡൈപോൾ ഇരിക്കുന്ന ഫീൽഡിലെ മാഗ്നിറ്റ്യൂഡ് ആണ് ബി. ദെൻ എം എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. കാരണം എം ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എം ബി സൈൻ തീറ്റയാണ് അല്ലെ, എം ബി സൈൻ തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എം ആൻഡ് ബി അല്ലെ, എമ്മിന്റെ ഡയറക്ഷനും ബിയുടെ ഡയറക്ഷനും ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് അവിടെ നമ്മൾ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഇതിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കോ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഈ രീതിയിൽ ഇരിക്കുമ്പോൾ അതിന് മുകളിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സ്വാഭാവികമായിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും അല്ലെ, ഇങ്ങനെ വന്ന് 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 അത് മാഗ്നറ്റിക് ഫീൽഡിന് അതേ ഡയറക്ഷനിൽ എത്തുമ്പോൾ എന്താവും, ആംഗിൾ 0 ആവും. സൈൻ 0 ആണ്, അല്ലെങ്കിൽ ടോർക്ക് എന്തായി മാറും, 0 ആവും അല്ലെ. ഇത്തരം കേസുകൾ ടോർക്ക് മാക്സിമം മിനിമവും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ 0 ടോർക്ക് ആയിരിക്കും, അതായത് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ദെൻ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോഴും 0 ടോർക്ക് ആയിരിക്കും, അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ദെൻ 90 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ മാക്സിമം ടോർക്ക് ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓസിലേഷൻ ആണ്. ദെൻ ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 0 ആവുമെങ്കിലും അതിനൊരു ഇനേർഷ്യ ഉണ്ടാവും അല്ലേ, അത് മൂവിങ് സ്റ്റേജിലാണ്. ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുവഴി അത് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ വീണ്ടും ഇതുപോലെ മുകളിലേക്കും താഴേക്കും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേഷൻ ഒപ്പോസ് ചെയ്യുന്നൊരു ടോർക്കായിട്ടത് മാറും. ഓക്കെ, ആദ്യം ആ ടോർക്ക് ഒരു മോഷൻ ഉണ്ടാക്കി, ദെൻ അത് ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. അപ്പോൾ അവിടെ രണ്ട് ടോർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിക് ടോർക്ക്, അതിന്റെ ഇക്വേഷൻ ആണെന്ത്, എം ബി സൈൻ തീറ്റ. പിന്നെ അതിന്റെ ഇനേർഷ്യ കൊണ്ടുണ്ടാവുന്ന, ആ മോഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ടോർക്ക് ഉണ്ട് അല്ലെ. ഈ രണ്ട് ടോർക്കുകൾ ബാലൻസ് ചെയ്ത് എന്താണ് ചെയ്യുന്നത്, ഈ ഓസിലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് വെച്ച് അതിനെന്ത് ചെയ്യാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് എന്ത് ചെയ്യും, ആ ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യാതെ വെക്കാവുന്നതാണ്. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു, അതിന്റെ സെന്ററിൽ ഒരു നൂല് കെട്ടുക, എന്നിട്ട് തൂക്കിയിട്ടിട്ട് ജസ്റ്റ് അത് വെറുതെ നിൽക്കുമ്പോൾ എങ്ങോട്ട് നിൽക്കും നമുക്കറിയാം, എർത്തിന്റെ നോർത്ത് സൗത്തിലേക്ക് നിൽക്കുന്ന അറിയാം. അതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. കാരണം അത് എർത്തിന്റെ ഫീൽഡാണ് അവിടെ എക്സ്റ്റേണൽ ഫീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എത്ര ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്, ദ ഇനേർഷ്യൽ ടോർക്ക് ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ബി സൈൻ തീറ്റ അല്ലെ. ഇനേർഷ്യൽ ടോർക്കും മാഗ്നറ്റിക് ടോർക്ക് എങ്ങനെ ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. ദെൻ ഐ ഇൻറ്റു ആൽഫ നമുക്കറിയാം എന്താണ്, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ്. ഇതിനെ മൈനസ് സൈനുള്ള ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ LHSലേക്ക് കൊണ്ടുവരുന്നു, പ്ലസ് എം ബി ആവും. സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ തീറ്റ എഴുതാം. എന്തുകൊണ്ടാണ്, നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഒരു അപ്രോക്സിമേഷൻ ആണ് എന്ത്, സ്മോൾ ആംഗിൾ എന്നുള്ളത് അല്ലേ. ചെറിയ ആംഗിളിലാണ് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കണ്ടീഷനാണത്. ഫോർ സ്മോൾ ആംഗിൾ സൈൻ തീറ്റ ക്യാൻ ബി ടേക്കൺ ആസ് തീറ്റ. ഓക്കെ, ഇനി ഒരു ചേഞ്ച് കൂടി വരുത്തി കഴിഞ്ഞാൽ SHMന്റെ ഇക്വേഷൻ ആക്കി മാറ്റാം. ഓരോ ടേമിനെയും നമ്മൾ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എം ബി ബൈ ഐ ഇൻറ്റു തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം, 0 അല്ലേ. അപ്പോൾ ഈ ഓരോ ടേമിനെയും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഐ പോവും, ഇവിടെ ഐ വരും അല്ലേ. ദെൻ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തിൻ്റെ ഇക്വേഷനായി, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷന് ഇക്വലന്റ് ആയില്ലേ. എന്താ SHMന്റെ ഇക്വേഷൻ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ആംഗുലാർ ഓസിലേഷൻ ആയതുകൊണ്ട് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ എക്സിന് വരെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു SHMന്
ഈക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ MB/I എന്നുള്ള ടേം എന്തിന് പകരം വന്നതാണ്? ഒമേഗ സ്ക്വയറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരു ടേമായിട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ MB/I ഈക്വൽ ടു എന്ത് പറയാം? ഒമേഗ സ്ക്വയർ അല്ലേ? ഇങ്ങനെ ഇക്വേഷനിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയും. then രണ്ട് സൈഡിലും റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് MB/I ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π/T ആണെന്നല്ലേ? നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ T ഈക്വൽ ടു എന്ത് എഴുതാം? T ഈക്വൽ ടു 2π ഇൻറ്റു T ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ള ടേംസിനെ അങ്ങോട്ട് കൊണ്ടുവരാം. then I/MB. ഇതാണ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓസിലേഷന് വേണ്ട ടൈം എന്ന് പറയുന്നത് അല്ലേ? ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയത് T ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് I/MB. എന്തിനൊക്കെയാണ് ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I, then മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B. ഓക്കെ, ഇതാണ് നമ്മൾ ഓസിലേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷൻ ടോ ഈക്വൽ ടു M ക്രോസ് B, അതുപോലെ ഓസിലേഷൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനായ T ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് I/MB. ഓക്കെ, ഇതിൽ നമുക്ക് ഫ്രീക്വൻസി എഴുതാം. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ എർത്തിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ എർത്തിൻ്റെ ഫീൽഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, നമുക്ക് ടൈം പീരീഡ് എടുക്കാം. നമ്മൾ ഉപയോഗിച്ച മാഗ്നറ്റിൻ്റെ Iയും Mഉം അറിയെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഓസിലേഷൻ എത്ര ടൈം ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ആ എക്സ്റ്റേണൽ ഫീൽഡ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സാധിക്കും. ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. ഓസിലേഷൻ ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടെന്നല്ലേ? ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു ബാർ മാഗ്നറ്റിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മൾ പുതിയൊരു പൊസിഷനിലേക്ക് മാറ്റാൻ വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ആ വർക്ക് ഡൺ അതിൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊരു പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെയാണെന്ന് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സിസ്റ്റത്തെ ആ സിസ്റ്റത്തിൻ്റെ ആ നിലവിലുള്ള അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആ സിസ്റ്റത്തിലൊരു എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡണിനെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി ആയിട്ട് എടുക്കാൻ സാധിക്കും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അസ്യൂം ചെയ്തു, B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതിലൊരു മാഗ്നറ്റ് ഇരുന്നിരുന്നു ഇക്വിലിബ്രിയം പൊസിഷനിൽ. നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്തു, ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു അല്ലേ? അപ്പം എമ്മും ബിയും തമ്മിൽ 0 ആംഗിൾ ആയിരുന്നു, അത് എങ്ങോട്ട് മാറി അല്ലേ? ഇതാണ് എമ്മും ബിയും തമ്മിൽ 0 ആംഗിൾ ആയിരുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? തീറ്റ ആംഗിളിലേക്ക് ടേൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കുക, നമ്മൾ ടേൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ടോർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോ ഈക്വൽ ടു നമ്മൾ പഠിച്ചു M ക്രോസ് B ആണ്. ഓക്കെ, MB സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എമ്മും ബിയും ഇവിടെ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ടോർക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റ് ആംഗിൾ ടേൺ ചെയ്യപ്പെടുമ്പോഴും ഒപ്പോസിങ് ടോർക്ക് എന്ത് ചെയ്യും? കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് വാരിയിങ് ടോർക്ക് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ ചെറിയൊരു വർക്ക്, ചെറിയൊരു യൂണിറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ വർക്കിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dW ഈക്വൽ ടു എന്ത് എഴുതാം? ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് എഴുതാം അല്ലേ? നമ്മൾ മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേൺ ചെയ്തിട്ടുള്ള ആ വെരി സ്മോൾ ആംഗിൾ ആണെന്ത്? ഡി തീറ്റ.
ആ സമയത്ത് അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്ത ടോർക്കാണെന്ത് ടോ. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ ആംഗിൾ ടേൺ ചെയ്യാൻ വേണ്ടി എടുത്ത വർക്ക് ഡണിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ ആംഗിൾ ടേൺ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ W ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ദ ടോട്ടൽ വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ എന്ന് എഴുതിയാൽ മതി അല്ലേ? ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ടോർക്ക് ഇൻറ്റു ഡി തീറ്റയാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. MB എന്താണ്? MB ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു MB കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. ദെൻ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ. Then what is the integral of sin theta d theta? Minus cos theta ആണ് അല്ലേ? അങ്ങനെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് MB ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? മൈനസ് കോസ് തീറ്റ എന്തിൻ്റെ ആൻസർ ആണ്? ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റയുടെ ആൻസർ ആണെന്ത്? മൈനസ് കോസ് തീറ്റ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് M ഡോട്ട് ബി എന്ന് എഴുതാം അല്ലേ? AB കോസ് തീറ്റയെ നമ്മൾ A ഡോട്ട് ബി എന്ന് എഴുതാറുണ്ട്. അവിടെ MB കോസ് തീറ്റയെ നമുക്ക് എന്ത് എഴുതാം? M ഡോട്ട് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇരിക്കുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ W ഇസ് ഈക്വൽ ടു M ഡോട്ട് ബി. ഈ W എന്ന് പറയുന്ന ഈ വർക്ക് ഡൺ ആണ്. അതിൽ എന്തായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വർക്ക് ഡണ്ണിന് പകരം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിക്ക് യൂസ് ചെയ്യുന്ന U എന്നുള്ള ടേം വേണമെങ്കിൽ കൊടുക്കാം. ദെൻ U ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? മൈനസ് ഓഫ് M ഡോട്ട് ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഡൈപോളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസുകളാണ് നമ്മൾ ഫീൽഡിൽ ഒരു ഡൈപോൾ ഇരിക്കുമ്പോഴുള്ള കേസ് പഠിച്ചത്. ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓസിലേഷൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിച്ചു. അതുപോലെ ആ മാഗ്നറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗോസ് ലോ ഇൻ മാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ ഗോസ് ലോ എന്നുള്ളത് നമുക്ക് നേരത്തെ പരിചയമുള്ള ടേം ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ എന്ത് പഠിച്ചിരുന്നു? ഗോസ് ലോ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഓക്കെ, ഇതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് എടുക്കുകയാണെങ്കിൽ പക്ഷെ ആൻസർ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് നമ്മൾ ബാർ മാഗ്നറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്ത് എവിടെ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്ന അത്രയും മാഗ്നറ്റിക് ഫീൽഡുകൾ പുറത്തേക്ക് പോകും. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എത്ര ആയിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അത് ആ ഫീൽഡിലെ ഏത് ഭാഗത്തെടുത്താലും അങ്ങനെ ആയിരിക്കും. കാരണം എല്ലാ ഫീൽഡുകളും തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള ലൂപ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ എവിടെ ഒരു സ്ഫെറിക്കൽ സർഫസ് എടുത്താലും അതിലേക്ക് കടക്കുന്ന ഫ്ലക്സും പുറത്തേക്ക് പോകുന്ന ഫ്ലക്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന നെറ്റ് ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിസത്തിൻ്റെ കേസിലെ ഗോസ് ലോ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 0. ദ നെറ്റ് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സോളിനോയിഡ് ഒരു മാഗ്നറ്റിന് ഇക്വലൻ്റ് ആണ്, ഒരു ബാർ മാഗ്നറ്റിന് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് തിയറിറ്റിക്കലി ഒരു ഡെറിവേഷൻ വെച്ച് അതിൻ്റെ രണ്ടിൻ്റെയും ഫീൽഡുകൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. ദെൻ മറ്റൊന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഇരിക്കുന്ന മാഗ്നറ്റിൻ്റെ ടോർക്ക്, അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, അത് ഓസിലേറ്റ് ചെയ്തുണ്ടാവുന്ന ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. ഏറ്റവും അവസാനമായി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 ഭാഗങ്ങളാക്കി തിരിച്ച്
പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിനെ. ഒന്ന് ബാർ മാഗ്നറ്റും അതുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളും, അതാണ് നമ്മളിപ്പം ഫിനിഷ് ചെയ്തത്. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ 2 ടോപ്പിക് എടുക്കാണ്ട്, ഒന്ന് എർത്ത്സ് മാഗ്നറ്റിസം ആണ്, അതുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ എന്താണ്, മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അല്ലേ. മാഗ്നറ്റിസത്തിൻ്റെ ടേമിൽ നമുക്ക് മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.